നമസ്കാരം. എൻ്റെ പേര് സാന്ദ്ര തെരേസ സാബു. ഞാൻ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഈ സ്കൂളിലേക്ക് വന്നു ചേർന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഈ സ്കൂളിൽ വന്നു ചേരുമ്പോൾ ഇത്ര വിശാലമായൊരു ലൈബ്രറിയോ ഇത്ര പുസ്തകങ്ങളോ ഇവിടെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ലൈബ്രറിയിൽ അംഗത്വം എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാത്രമായിരുന്നു. പിന്നെ പതിയെ പതിയെ ഞാൻ ഈ ലൈബ്രറിയിലെ ഒരു പതിവുകാരിയായി മാറി. ഇവിടെ വന്നിരിക്കാനും ഇവിടെയുള്ള പുസ്തകങ്ങൾ വായിക്കാനുമെല്ലാം എനിക്ക് അന്നും ഇന്നും ഒരുപാട് ഇഷ്ടമാണ്. ആദ്യം മലയാളം ബുക്കുകൾ മാത്രം വായിച്ചിരുന്ന തന്നെ ഇനി ഇംഗ്ലീഷ് ബുക്കുകൾ കൂടി വായിച്ചാലേ മലയാളം തരുകയുള്ളൂ എന്നൊരൊറ്റ ഡയലോഗിൽ റഹ്മാൻ സാർ എന്റെ വായനയെ ഇംഗ്ലീഷിലേക്ക് തിരിച്ചുവിട്ടു. ആദ്യം കൊണ്ടുപോയ ഇംഗ്ലീഷ് ബുക്കുകൾ അതേപടി കൊണ്ടുവരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ പിന്നെ പതിയെ ആ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. പിന്നെ പതിയെ അവയെ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് മലയാളത്തിനൊപ്പം ഇംഗ്ലീഷ് പുസ്തകങ്ങളും കയറി വന്നു. മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന കഥയും ആ കഥാ പശ്ചാത്തലവും ആ കഥയിലെ കഥാപാത്രങ്ങളുമെല്ലാം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇനി ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിക്ഷൻ, ഫാന്റസി തുടങ്ങിയ കാറ്റഗറികളിലാണ് ഞാൻ കൂടുതൽ സമയവും ചെലവിടാറ്. ദ കിങ് ഓഫ് സെൻ സീരീസ്, ട്വിസ്റ്റഡ് സീരീസ്, ദ ഡ്രീം ലാൻഡ് ബില്യണിയേഴ്സ്, അതുപോലെ തന്നെ വൺസ് അപ്പോൺ എ ടൈം, എ ബ്രോക്കൺ ഹാർട്ട്, അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവയിൽ ചിലതാണ്. ഈ ലൈബ്രറിയിലേക്ക് കയറുമ്പോഴുണ്ടാകുന്ന ആ ഒരു നിശബ്ദത ഏതൊരാളുടെ മനസ്സിനെയും പെട്ടെന്ന് ആകർഷിക്കുന്നതാണ്. ഓരോ പുസ്തകവും അതിൻ്റെതായ സ്ഥാനത്ത് അതിൻ്റെതായ കാറ്റഗറിയിൽ ഇരിക്കുമ്പോൾ ഒരു വായനക്കാരന് തന്റെ ഇഷ്ടപ്പെട്ട പുസ്തകം കണ്ടെത്താൻ അധിക സമയം എടുക്കേണ്ടി വരികയില്ല. ഞാൻ കഴിഞ്ഞ ഓണക്കാലത്താണ് കിങ് ഓഫ് സെൻ സീരീസ് എന്ന പുസ്തകം വായിക്കുന്നത്. അത് ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു സീരീസ് ആണ്. ആ പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ പുസ്തകങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. എന്റെ ആ ആഗ്രഹം റഹ്മാൻ സാറോട് പറഞ്ഞപ്പോൾ തന്നെ കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും നല്ല എഫേർട്ട് ഇട്ടുകൊണ്ട് സാർ എനിക്ക് ആ പുസ്തകം എത്തിച്ചു തന്നു. അന്നുണ്ടായ സന്തോഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് ഞാൻ സാറിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ഒരു പുസ്തകം വായിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരാളിനെ അത് നിറവേറ്റാതെ വിടാൻ സാറിന് ആഗ്രഹമില്ല. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ ഈ ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇംഗ്ലീഷ് പുസ്തക വായന എന്നെ ഒരുപാട് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ മുൻപത്തേതിനേക്കാളും എളുപ്പമാക്കി തീർത്തു. അതുപോലെ തന്നെ എൻ്റെ പഠിത്തത്തിനെയും നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ജോർജ് മാർട്ടിൻ പറഞ്ഞതുപോലെ പുസ്തകം വായിക്കാത്തവൻ ഒരു ജീവിതം നയിക്കുന്നു, എന്നാൽ പുസ്തകം വായിക്കുന്നവൻ 1000 ജീവിതങ്ങൾ ജീവിക്കുന്നു. താങ്ക് യു.